ഇനിയല്ല വച്ചേ. നീ അന്വേഷിക്കുന്ന കേശു ഇതാണോ? ചോദിച്ചത് കേട്ടില്ലേ? നീ അന്വേഷിച്ചു വന്ന കേശു ഇത് തന്നെയാണോന്ന്? ഇങ്ങനെ നോക്കിയിരുന്ന കാര്യം നടക്കത്തില്ല. ചോദിച്ചതിന് കൃത്യമായിട്ട് ഉത്തരം പറ. നീ എന്തിനാ വന്നേ? എന്താ നിന്റെ ഉദ്ദേശം? എന്തോ കാര്യം പറ വച്ചേ. നീ മിണ്ടരുത്. ഞാൻ മിണ്ടരുതല്ലേ? ഞാൻ മിണ്ടരുത്. നിങ്ങൾക്ക് ശരിക്കും എന്തിനാണ് പ്രശ്നം? എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ചേച്ചിക്ക് എന്തിനാ? പിന്നല്ലാതെ വീട്ടിലേക്ക് ഒരു കൊച്ചു കയറി വന്നിട്ട് അത് ആരായി എന്താണെന്ന് ഒന്നും അറിഞ്ഞൂടാ. വെറുതെ അങ്ങ് കയറി വന്നിരിക്കുകയാണ്. പിന്നെ മനുഷ്യനെ അറിയണ്ടേ? എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ ഒരുമാതിരി കണ്ട നോട്ടം കണ്ട. ഈ നോട്ടം പാവമാണ്. മനുഷ്യൻ പേടിയായിട്ട് വയ്യ. എന്താ ചെയ്യോന്ന്? ദേഷ്യപ്പെടാൻ പാടുണ്ടോ? പിന്നെ ദേഷ്യപ്പെടാതെ. அம்மா லெச்சு கொஞ்சம் அமைதியா கேட்கலாம். இப்படி சத்தம் போட்டு கேட்டா அவன் ஒன்னும் சொல்ல மாட்டான். சொல்ல மாட்டேன். ഇവിടെ ഇരിക്കുന്ന കാണാം, അവിടെ ഇരിക്കുന്ന കാണാം, അപ്പുറത്തിരിക്കുന്ന കാണാം. നിൽക്കുന്നത് ഇപ്പൊ അപ്രത്യക്ഷമാവുക. എന്താ ഉദ്ദേശം എന്ന് പറ. നിങ്ങൾ എന്റെ കനകാന്റി പറയുന്നൊന്ന് ചെയ്. ദൈവം കിടന്ന ദേഷ്യപ്പെടേണ്ട കാര്യം എന്തിനാണ്? ദേവട്ടി പ്രശ്നമൊന്നുമില്ല. ചുമ്മാ ശാന്തോ, വേറൊരു പ്രശ്നമില്ല കേട്ടോ. ചുമ്മയാ? ആര് പറഞ്ഞ ചുമ്മാന്ന്? ആരാടാ പറഞ്ഞ പ്രശ്നമില്ലെന്നുള്ളത്? വെള്ളം വെക്കുന്നത് എടാ, നമ്മുടെ വീടായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇത് വേറെ വല്ല വീട്ടിലായതൊക്കെയുണ്ടല്ലോ നിന്റെ കാലേ വരെ നിലത്തടിച്ചേനെ. அது லெச்சு சொன்னது கரெக்ட் தான். எங்க மதுரையில எல்லாம் இந்த மாதிரி ஏதாவது பிரச்சனைனா எல்லாரும் சேர்ந்து அடிப்போம். அது எஸ்பெஷலி லேடிஸ்னா லேடிஸே கை வைப்போம், தெரியுமா? മിക്കവാറും ഇവിടെ അങ്ങനെ തന്നെ ചെയ്യേണ്ട വരും. അല്ല ചിലവരെ. എന്തിനാ വന്നേന്ന് വെച്ചാ പറയാനുള്ളത് പറഞ്ഞേച്ച് പോവച്ചേ. ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിന്നാലേ ഓരോരുത്തർ കേറി ഇറങ്ങുന്നത് പോലെ ഇവിടെ കേറി ഇറങ്ങേണ്ടി വരും. എടാ, നിനക്ക് പഠിക്കാവൊന്നുമില്ലേടാ? ഇതേപോലെ ഓരോരുത്തരുടെ കഥ കേട്ടും കമ്പനി കൂടി നടന്നിട്ടാണ് കഴിഞ്ഞ സെമസ്റ്ററിൽ 8 തരം പൊട്ടിയത്. கேசு, எங்களுக்கும் ஆசை இருக்கு. இவ எதுக்கு வந்தா, என்னத்துக்கு வந்தா, உன்னை தேடி வந்தவ தானே. ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാ ഇവിടെ വരുന്നവരൊന്നും പോവാത്ത. അതെ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മിണ്ടരുത് കേട്ടാ. നിനക്ക് ഇനി ഇവിടെ സംസാരിക്കാൻ വോയിസ് ഇല്ല. ഇത് ഡീൽ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാം. ഓ, എനിക്ക് സംസാരിക്കാൻ വോയിസ് ഇല്ല. ഇല്ല. പിന്നെ നിങ്ങൾ എന്തരടാ ചോദിച്ചോണ്ടിരിക്കണേ? ഒന്നെങ്കിൽ എന്നെ പറയാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ ദേവുട്ടിയെ പറയാൻ സമ്മതിക്കണം. ഒന്നുമില്ല. തൂക്കി കയറി വെടിവെച്ചോണ്ടിരിക്കല്ലേ ചേട്ടാ. ഒന്നുമില്ല, ഒന്നുമില്ലെന്ന്. ഇവിടെ ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇത്രയും പ്രശ്നമുള്ള ഇവിടെയാണ് നീ നിൽക്കാൻ പോകുന്നേ. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കണ്ട. എന്റെ കൂടെ വാ. നീ എന്റെ ജീവനാ. ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. വാ കേശു, വാ. നിനക്കെന്താ വരാ ഒരു ബുദ്ധിമുട്ട്? ദേവൂട്ടിയാ കേശു വിളിക്കണേ. നിന്നെ ഇവിടെ ആരും തടയത്തില്ല. വാ എന്റെ കൂടെ. പോരുത്. എന്റെ കേശുവിനെ വിടാൻ പറയാൻ നിങ്ങളൊക്കെ ആരാ? ഇവിടെ നിന്ന് ഒരക്ഷരം ഒറ്റ എണ്ണം മിണ്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. കേശു, വരുന്നുണ്ടോ നീ? ഞാൻ വരാം. തൽക്കാലത്തിന് കൂളാവും. ദേവട്ടി കൂളാവും. ഇരി. പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ലേ. കൂളാവും. പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ലേ. അവിടെ ഒരു അലർച്ച.
അവക്കെന്നെ ശരിക്കും അറിയത്തില്ല. ഇവിടെ വന്ന് അലർന്നവരെയൊന്നുവേ വെറുതെ വിടത്തില്ലെന്ന് അവക്കറിയത്തില്ലല്ലോ. പിന്നെ ഇവിടെ വരുന്ന ആരും അലറിയിട്ടില്ലല്ലോ. അവക്കെന്നെ ശരിക്കും അറിയത്തില്ല. അമ്മൂമ്മേ ഒന്ന് പതുക്കെ പറ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.